നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 14 വയസ്സുള്ള ആൺകുട്ടി 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പഠിക്കാൻ വളരെ സമർത്ഥനാണ്. ക്ലാസ്സിൽ 1ാം റാങ്കാണ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അധ്യാപകരുടെ കണ്ണിലുണ്ണിയാണ്. മാതാപിതാക്കൾക്കും ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാതികളൊന്നും പറയാനില്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, നിസാര കാര്യത്തിന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമായിട്ടുള്ളൊരു പൊട്ടിത്തെറി അല്ല. ആ പൊട്ടിത്തെറി വരുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇട്ട് അടിപറ്റിക്കും. ഈ രീതിയിലാണ്. ഇതെന്താണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നത് എന്നുള്ളതും ആശയക്കുഴപ്പം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം ഈ കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവനോട് വന്ന് അല്പം കർക്കശമായ സ്വരത്തിൽ പറഞ്ഞു, എടാ പഠിക്കേണ്ട സമയമാണ്, TV കണ്ട് സമയം കളയരുത്, പോയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലാതെ ചിരിച്ച് അതിന് മറുപടിയൊന്നും പറയാതെ കുറച്ചു നേരം കൊണ്ട് TV കണ്ടു. അത് കഴിഞ്ഞ് പോയി പഠിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അതേ സമയം ഇദ്ദേഹം വീണ്ടും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നിട്ട് അല്പം അപേക്ഷാസ്വരത്തിൽ, എടാ വെറുതെ സമയം കളയാതെടാ, പോയിരുന്ന് 2 അക്ഷരം പഠിക്കടാ, പരീക്ഷയൊക്കെ വരികല്ലേടാ എന്ന് ഒരല്പം അപേക്ഷാസ്വരത്തിലാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഈ കുട്ടി ചാടി എഴുന്നേറ്റിട്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളെന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ പോയി വല്ലതുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് തെറി വാക്കുകളും പറഞ്ഞിട്ട് ആ TVയുടെ റിമോട്ട് അടിച്ചങ്ങ് പൊട്ടിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മ ഞെട്ടിപ്പോയി. കാരണം അവൻ്റെ ആ ഒരു ഭാവമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവൻ സാധാരണ ഇങ്ങനത്തെ ഒരു ഭാവമൊന്നും കാണിക്കുന്ന ഒരാളല്ല. പെട്ടെന്ന് ഇത് എന്താണ് ഇങ്ങനെ ചെയ്തത്, ശരിക്കും ഒരു അത്ഭുതം തോന്നിപ്പോയി. എന്നാൽ ഇത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഇദ്ദേഹം നോർമലായിട്ട് പെരുമാറുന്നു, പഠിക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അച്ഛൻ അമ്മയോട്, അമ്മ ഇന്ന് വൈകുന്നേരം അച്ഛൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. ഇന്ന് പതിവില്ലാത്ത വിധം അവൻ എന്നോട് ദേഷ്യപ്പെട്ടു, വല്ലാതെ ചൂടായി, TVയുടെ റിമോട്ടൊക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കൗമാരപ്രായമല്ലേ, ഇപ്പോൾ കുറച്ച് ദേഷ്യവും പ്രതിഷേധമൊക്കെ വരുന്ന സമയമല്ലേ, സാരമില്ല, നീ അത് ഗൗരവമായിട്ട് എടുക്കണ്ട. അടുത്തൊരു 3 മാസം കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സമാനമായ മറ്റൊരു സാഹചര്യം. മൊബൈലിൽ അവനെന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ പരീക്ഷയാണ്. അച്ഛനൊന്ന് പറഞ്ഞു, എടാ നാളെ പരീക്ഷ വരികയല്ലേടാ, നീ ഒന്ന് പോയി പഠിക്കുക, പരീക്ഷ കഴിഞ്ഞിട്ട് ഈ മൊബൈൽ വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നിനക്ക് കാണാമല്ലോ. ഒട്ടും കർക്കശമല്ലാത്ത രീതിയിൽ, വളരെ മൃദുവായ രീതിയിലാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് വയലൻ്റായി അച്ഛൻ്റെ നേരെ പാഞ്ഞടുക്കുകയാണ്, അച്ഛനെ ആക്രമിക്കാനായിട്ട്. എന്നിട്ട് അച്ഛൻ്റെ കൊങ്ങായിക്ക് പിടിക്കുന്നു, അച്ഛൻ 2 ഇടി പറ്റിക്കുന്നു. അപ്പോഴേക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ ഓടി വന്ന് ഇയാളെ പിടിച്ചു മാറ്റി. ആ പിടിവലിയുടെ ഇടയിൽ ദേഷ്യം വന്ന് കയ്യിലിരുന്ന മൊബൈൽ ഇയാൾ എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത്തരത്തിൽ ഒരു 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 സംഭവങ്ങൾ മാത്രം. ഈ 3 സംഭവങ്ങളിലും ഒന്നുകിൽ എന്തെങ്കിലും സാധനം തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇട്ട് അടി പറ്റിച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും വീട്ടിൽ തന്നെയാണ്. ഒരു പ്രാവശ്യം മാത്രം കളിസ്ഥലത്ത് വെച്ച് സംഭവിച്ചു. ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ച് ഇതേപോലെ പെട്ടെന്ന് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് ആ ദേഷ്യം വന്നിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൊങ്ങായി കയറി പിടിക്കുകയും എൻ്റെ തലക്കിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നു. ചിലർ ഇടപെടേണ്ടി വന്നു. അപ്പോൾ ഈ കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട് കളിസ്ഥലത്ത് ഇങ്ങനെ സംഭവം നടന്ന ശേഷമാണ് ഇത് ഗൗരവമാണെന്നൊരു തോന്നൽ വീട്ടുകാർക്ക് വന്നതും അവർ ചികിത്സയ്ക്ക് വന്നതും. ഇവിടെ നോക്കിയാൽ ഈ കുട്ടി അടിസ്ഥാനപരമായി വളരെ ശാന്ത പ്രകൃതിയുള്ള കുട്ടിയാണ്. ഒട്ടും പ്രകോപനപരമായി പെരുമാറില്ല, ആരോടും ദേഷ്യപ്പെടില്ല, അഥവാ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഒക്കെ ചിരിയോടെ നേരിടുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ 3 പ്രാവശ്യം ആ പ്രകോപനത്തിനനുസൃതമല്ലാത്ത ദേഷ്യപ്രകടനങ്ങൾ, അതൊന്നുകിൽ ആളുകളെ ഉപദ്രവിക്കുന്നതിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ പൊട്ടിക്കുന്നതിൽ അവസാനിക്കുന്നു. ഈ അവസ്ഥയാണ് ഇൻ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന അവസ്ഥ. ഉടനെ ഉണ്ടാകുന്ന ക്ഷുഭിത പ്രതികരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഇടയ്ക്കിടെ മാത്രമേ സംഭവിക്കാറുള്ളൂ. വർഷത്തിലൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം വളരെ അപൂർവമായിട്ടേ പറ്റൂ. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ദേഷ്യപ്രകടനം വളരെ തീവ്രമായതുകൊണ്ട് ഒന്നുകിൽ സാധനങ്ങൾ പൊട്ടിക്കും, ചിലപ്പോൾ ആളുകളെ തന്നെ ദ്രോഹിക്കാനും, ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന ലെവലിലേക്കൊക്കെ വരെ പോകാനും സാധ്യതയുണ്ട്. ഏതാനും മിനിറ്റ് ഈ ദേഷ്യം നീണ്ടു നിൽക്കൂ. അത് കഴിയുന്നതോടുകൂടി അദ്ദേഹം അങ്ങ് ശാന്തനാകും. എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. പലപ്പോഴും തലച്ചോറിൻ്റെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ പാർശ്വഭാഗത്തുള്ള ടെമ്പറൽ ലോബ്, ആ ടെമ്പറൽ ലോബിലെ ചില രാസവ്യതിയാനങ്ങളാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ ഉണ്ടാക്കുന്നത്.
ടെമ്പറൽ ലോബിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്ന മൂഡ് സ്റ്റെബിലൈസർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഫലപ്രദമായിട്ടിത് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ കുട്ടിക്കും കൃത്യമായിട്ടുള്ള ചികിത്സ ആരംഭിച്ചതോടുകൂടി ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് സന്തോഷത്തോടെ ആ കുട്ടി ജീവിക്കുന്നു. ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.